ഹലോ. ആ ഈ എവിടെ ചങ്ങയ്യേ? ഞാനിത് ഇവിടെ എത്തി. ഞാൻ നിങ്ങളെ ബാക്കിലുണ്ട്, ഞങ്ങൾ കണ്ടല്ലോ. ഇന്ന് രാത്രി മഴയൊന്നും ഇല്ലെങ്കിലേ നമുക്ക് വലയിട്ട് ഇറങ്ങാം. ആയിക്കോട്ടെ. കണ്ടിട്ടേ നല്ല മീൻ കയറിയിരിക്കണേ. നല്ല ഇതുണ്ട്, മറിയുണ്ട്. ഷെഫീഖല്ല നടന്നു തരുന്നത്. ഓണ്ടാവോന്നാവോ രാത്രി മീൻ പിടിക്കാൻ ഇറങ്ങാൻ? ചോദിച്ചോക്കാം. ഷെഫീഖേ, എന്താ നിങ്ങൾ രണ്ടാളും കൂടി ഇവിടെ നിന്ന്? ഞങ്ങള് ഇന്ന് രാത്രി ഇവിടെ മീൻ പിടിക്കാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഈ വരൂലേ? മയക ഞാൻ ഉണ്ടാവില്ല. അവള് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടില്ല. അതെന്താ ഹോസ്പിറ്റലിൽ നിന്ന് പോരാഞ്ഞ്? സാധാരണ പ്രസവം കഴിഞ്ഞാൽ പിറ്റേന്ന് ഡിസ്ചാർജ് ആകണല്ലേ? ഇതിപ്പോ കുറെ ആയില്ലേ? അത് പിന്നെ സാധാരണ പ്രസവമല്ലേന്ന്. മാത്രമല്ല പ്രസവം നിർത്തിയും ചെയ്ത്. അല്ല, മൂന്നാമത്തെ പെൺകുട്ടിയല്ലേ? എന്നിട്ട് പ്രസവം നിർത്തിയും ചെയ്താ? മൂന്നും ഓപ്പറേഷൻ ആയിരുന്നല്ലോ. ഇനിയിപ്പോൾ ഒരു ഓപ്പറേഷത്തിന് ഒരു സാധ്യത ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ പിന്നെ അത് ചെയ്തു. എന്നാലും ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ വല്ലാത്തൊരു വിധിയായി പോയി. ചാരില്ലടാ. അതിന് മയങ്ങാക്ക് എനിക്കതിന് വിഷമമൊന്നുമില്ല. അല്ലടാ, ഒരു ആന്തരില്ല ഞാൻ പിന്നെ എൻ്റെ പാരമ്പര്യം ഇല്ലാതാവൂലേ? എൻ്റെ ഈ പേരയും കൂടിയും തറവാടും ഒക്കെ അന്യ കൂട്ടക്കാർക്ക് പോകൂലേ? അതിന് എൻ്റെ മക്കൾ എൻ്റെതാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ നിങ്ങൾ ഈ പെൺകുട്ടികൾക്ക് പോണതെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവരെ അന്യരായി കാണാൻ എനിക്ക് സൗകര്യമില്ല. എന്നാലും ഞങ്ങൾ അങ്ങനെ പറഞ്ഞതല്ലടാ. നിങ്ങളതിന് ഇനി എന്തുദ്ദേശിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ നമ്മളതെന്ന് ഈ പറയണ ഈ ഭൂമിയും സ്ഥലവും വീടൊക്കെ, ഇതൊക്കെ നമ്മൾ എത്ര കാലം നമ്മളതെന്ന് പറയും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയും. ഒരു 100 കൊല്ലം മുമ്പ് ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? അവരൊക്കെ ഇപ്പോൾ എവിടെ? ഇനി അതൊക്കെ പോട്ടെ, ഇനി ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇതേമാതിരി ഇവിടെ ഉണ്ടാവുമോ? ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി ചോദിക്കാം. നിങ്ങൾക്ക് 4 ആൺകുട്ടികളും 2 പെൺകുട്ടികളും അല്ലേ? എന്നിട്ട് നിങ്ങളെ മൂത്ത മോനെ ഇപ്പോൾ അവൻ്റെ ഭാര്യ വീട്ടിലല്ലേ പോയി താമസിക്കണത്? അത് പിന്നെ ഓന്റെ കെട്ടിയോട് മഹാമോശാന്ന്. അജയരെ, ചെമ്പനില്ലാത്ത ചൂടൊന്നും മൂടിക്ക് വേണ്ട. ആണായാലും പെണ്ണായാലും പടച്ചോൻ തന്ന മക്കളെ നല്ല മക്കളായി തീരാന്നുള്ളതാണ് പ്രധാനം. പെൺകുട്ടിയാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു സൗഭാഗ്യം. കാരണം അവര് കല്യാണം കഴിച്ചു പോയാൽ പോലും ഈ വാപ്പയുടെ തൊഴിലുണ്ടാവുക. ആ സ്നേഹം പറ്റിപ്പോകില്ല. ഉമ്മയോടുള്ള സ്നേഹം ഒരിക്കലും പറ്റില്ല. ആൺകുട്ടികൾ 5 വയസ്സ് 6 വയസ്സാകുമ്പോഴേക്കും അവർ കമ്പനിയാവും, കൂട്ടുകാരാവും. അവരെ പിന്നെ കിട്ടൂല. പെൺകുട്ടികൾ എന്നും ഉണ്ടാവും. അവരുടെ സ്നേഹം എന്നും നമ്മുടെ